നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിവിടേക്ക് വന്നപ്പോ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാന്ന് കരുതി. അത് ശരി, ഞങ്ങളുടെ ചികിത്സാ രീതികളൊക്കെ കണ്ടുപഠിച്ച് പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയാണല്ലേ? സ്വാതിയുടെ ചികിത്സാ വിധികൾ കൂടുതലും അകത്തളത്തിലായത് നന്നായി. അല്ല, ഇന്ന് പതിവില്ലാതെ വളരെ സന്തോഷത്തിലാണല്ലോ. ഇടയ്ക്ക് കൈവിട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു വന്നതുപോലെ. എന്റെ സന്തോഷത്തിന്റെ കാരണത്തിലൊരാൾ നിങ്ങളും കൂടിയാ. നിങ്ങൾ മാത്രല്ല, ഇവിടുത്തെ തിരുമേനിയും പെരുവണ്ണാപുരത്തമ്മയും സാക്ഷാൽ മഹാദേവനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാ ആ ശക്തിയുടെ പിൻബലത്തിൽ എന്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു പിൻബലം കൈവന്നത്. ആഹാ, അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്കും ദൈവത്തിനു വേണ്ടി വീതിച്ചു നൽകണ്ട. സ്വന്തം ജീവിതം പോലും ചേച്ചിക്കായി മാറ്റിവെച്ച് മടങ്ങി വരുന്ന ഒരു ഉറപ്പുമില്ലാത്ത ശിവക്കാട്ടിലേക്ക് അഖണ്ഡ ജ്യോതിയുമായി പോയ തന്റെ പ്രവൃത്തിയുമായിട്ട് ഞങ്ങളെ തുലനം ചെയ്യാൻ പോലും പറ്റില്ല. ഇക്കാര്യത്തിൽ തന്റെ പ്രവൃത്തിയോളം വലുതല്ല മറ്റൊന്നും. ചേച്ചിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിച്ചു തീർത്താൽ മതിയോ? സ്വന്തം ജീവിതം കൂടി നോക്കണ്ടേ? തന്റെ ജീവിതത്തെക്കുറിച്ച് മുത്തച്ഛൻ വിശദമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു പോരുത്. താലി കെട്ടിയ പുരുഷനൊത്ത് താൻ ഇനി സന്തോഷത്തോടെ ജീവിക്കണം. മുത്തച്ഛന്റെ അഭിപ്രായം ആ ആള് വലിയ ഭാഗ്യം ചെയ്ത ആളാണെന്നാ. ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ ചേച്ചിയുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ചേച്ചി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹമായിട്ടുള്ള വിവാഹം നടക്കണം. അതിലും വലുതായി മറ്റൊരു ഭാഗ്യമോ സന്തോഷമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാൻ ഇനി എത്ര ദിവസം കൂടെ വേണ്ടിവരും? അതുകൂടി അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഏതായാലും തന്റെ ചേച്ചിയുടെ കഴുത്തിൽ താൻ ആഗ്രഹിച്ച പോലെ താലി കെട്ടുന്നത് സഞ്ജു ആയിരിക്കും. ആ കാര്യം ഉറപ്പാ. എന്ന് ശരി, ഞാൻ ഇറങ്ങട്ടെ. വലിയ സന്തോഷത്തിലാ ലക്ഷ്മി. ചേച്ചിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ അവളോളം സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല മുത്തശ്ശ. ഇനിയും എത്ര നാൾ കൂടി ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്നാ ലക്ഷ്മിയുടെ ചോദ്യം. പാവം കുട്ടി, ജീവിതത്തിൽ അല്പം പോലും സ്വാർത്ഥത വെച്ച് പുലർത്താത്ത ജന്മം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ ദാനമായി നൽകാൻ സന്നദ്ധത കാട്ടിയ പെൺകുട്ടി. കലിയുഗത്തിൽ അപൂർവമായി മാത്രമേ ഇത്തരം ജന്മങ്ങൾ പിറവിയെടുക്കൂ. ഞാനെന്ന പൂജാമുറിയിൽ കയറിയതിന്റെ പൊരുൾ ഇപ്പോഴെങ്കിലും ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷ്മി പോലൊരു പെൺകുട്ടി ജീവത്യാഗം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തിറങ്ങിയിരിക്കുമ്പോൾ ആ പെൺമനസ് കണ്ടില്ലെന്ന് അടിച്ചാൽ സാക്ഷാൽ നീലകണ്ഠൻ പോലും എന്നോട് കൊടുക്കില്ല. സകല ചൈതന്യവും അവളിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ സമയപ്രകാരം അവളുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരമുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.